ഗായ്സ്, അപ്പം ഇന്ന് എന്താ പറയുക, നമ്മൾ ഒരു ചെറിയ എൻ്റെ അപ്പാർട്ട്മെൻറ്റ്, അതായത് ചൈനയിലെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ടൂർ വീഡിയോ ആട്ടോ ചെയ്യുന്നത്. സംഭവം ആക്ച്വലി ഞാൻ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ ഒരു 1 വീക്കോളമായി. ആക്ച്വലി കഴിഞ്ഞ മൺഡേ ആണ് ഞാൻ എടുത്തു വെച്ചത്. ആൻഡ് ഐ എം സോറി ടു ഇത്ര ഞാൻ ലാഗ് അടിച്ചതിന്. ഓക്കെ, അപ്പോൾ നമ്മൾ വേണ്ട ആദ്യം തന്നെ എന്താ പറയുക, നമ്മുടെ ഇവിടെയൊക്കെ ലോക്കും പാസ്വേഡൊക്കെയാണ്. അപ്പോൾ നമ്മൾ പാസ്വേഡൊക്കെ അടിച്ച് നമ്മൾ എന്താ പറയുക അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുകയാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ചൈനയിലെ അപ്പാർട്ട്മെൻറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മളിവിടെ നമ്മുടെ വിളക്കും കാര്യങ്ങളും ഒക്കെയാണ് വെക്കണത്. പിന്നെ ഇപ്പുറത്താണ് നമ്മുടെ കീയും കാര്യങ്ങളും. പിന്നെ മേളിൽ കുറേ കബോർഡ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ സെയിം താഴെയും കബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞ് സ്പേസ് വരുന്നത്. അത് കഴിഞ്ഞ് ലൈക്ക് നമ്മുടെ നേരെ ഇപ്പുറത്തോട്ട് വരുന്നത് കിച്ചൺ ആട്ടോ. കിച്ചൺ കുറച്ച് ചെറുതാണ്, പിന്നെ ബാക്കിയുള്ളിടം അത്യാവശ്യം നല്ല വിശാലമായിട്ട് ഏരിയ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചണ് നേരെ പോകുമ്പോൾ ഹാളാട്ടോ. ഹാളെന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ നമ്മുടെ ഡൈനിങ് ഹാൾ മീൻസ് ഡൈനിങ് ടേബിളും ഒക്കെ വരുന്നുണ്ട്. ആൻഡ് നേരെ പോകുമ്പോഴാണ് നമ്മുടെ സോഫ, TV ഒക്കെ വരുന്നത്. ഇങ്ങനെ. പിന്നെ ആ സൈഡിൽ നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, ഒരു ബ്രൗൺ ടേബിൾ ഉണ്ട്. അത് നമ്മൾ ആക്ച്വലി മേടിച്ചാണ്. ഫുഡൊക്കെ കഴിയുമ്പോൾ നമുക്ക് TV കാണാനായിട്ട്. ഇവിടെ ഇരിക്കുന്ന വൈറ്റ് ടേബിൾ ഉണ്ടല്ലോ, അത് അത്രയ്ക്കും എന്താ പറയുക സൈസില്ല. അതുകൊണ്ടാണ് ആ കാണുന്ന ടേബിൾ ഞങ്ങൾ വാങ്ങിയത്. പിന്നെ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ബാൽക്കണി. ഇവിടെ നിന്ന് നേരെ നമുക്ക് ഇറങ്ങാം ബാൽക്കണിയിലോട്ട്. അപ്പം ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഇരിപ്പുണ്ട്. നമ്മളിവിടുന്ന് ആക്ച്വലി നമ്മൾ പുറത്തുനിന്ന് വെള്ളം മേടിച്ചാട്ടോ കുടിക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനൊരു ഗാർഡൻ നല്ല രീതിയിൽ കുറേ ചെടിയൊക്കെ വെച്ചതായി ഇങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കും അമ്മയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളിങ്ങനെ കുറേ ചെടിയൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ബുദ്ധനും പിന്നെ കുറച്ചങ്ങനെ ഡെക്കോർ ഐറ്റംസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ബാൽക്കണി ഞങ്ങൾ സെറ്റ് ചെയ്തത്. ആൻഡ് അതിന് നേരെ വരുമ്പോൾ നമുക്ക് അവിടെയാണ് തുണിയൊക്കെ വിരിക്കാനുള്ള സ്ഥലം. ആൻഡ് ഇത് വാഷിംഗ് മെഷീൻ. പിന്നെ അവിടെയും കുറേ കുപ്പികൾ. നമ്മൾ ഒരുമിച്ച് 20 ലിറ്ററിൻ്റെ ഒരു 6 കുപ്പിയോളം മേടിക്കും കേട്ടോ. നല്ല തണുപ്പാണ് വെളിയിൽ, അതുകൊണ്ടാണ് ഈ ജനലൊക്കെ ഇങ്ങനെ ആകെ മൂടിക്കെട്ടിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ മുറിയാണ്. നമുക്ക് അപ്പുറത്തൂടെ വരാം ഗൈസ്. ഇവിടെ നമുക്ക് ജനലിൽ നിന്ന് പുറത്തിറങ്ങാം. ഗൈസ്, ഞാൻ ഈ ടേബിളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആൻഡ് ഇതാണ് എൻ്റെ മുറി. എൻ്റെ മുറിയിൽ നിന്ന് നമുക്ക് നേരെ ബാൽക്കണിയിലോട്ട് ഡോറ് തുറന്നിറങ്ങാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കിടത്തിയത് മുറി. ആൻഡ് ഇത് ഒരു നോർമൽ മുറി. ആൻഡ് കുറച്ച് എസ്തറ്റിക് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 2 സൈഡിലും സൈഡ് ടേബിൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു സൈഡ് ടേബിൾ മാറ്റിയിട്ട് ഞങ്ങൾ വേറെ റൂമിൽ കൊണ്ടിട്ടു ഗൈസ്. ഓക്കെ, ആൻഡ് എൻ്റെ ഇതിൻ്റെ നേരെ വെളിയിലോട്ട് ഇറങ്ങിയാൽ നേരെ ബാത്റൂമാണ്. ബാത്റൂം. ആൻഡ് നമുക്കവിടെ കുളിക്കാനുള്ള ഏരിയ. ആൻഡ് ഇതാണ് എൻ്റെ അമ്മയുടെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം അല്ല ഈ ഒരു ബാത്റൂമിലെ ഒരു ഏരിയ. കാരണം ഞങ്ങളുടെ ഫുൾ മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഇടമാണ് അത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബാത്റൂം വരുന്നത്. ടോട്ടൽ ഇവിടെ 2 ബാത്റൂമും പിന്നെ 3 മുറി കേട്ടോ വരുന്നത്. ആൻഡ് ഇത് നമ്മൾ അച്ചമ്മയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത മുറിയാട്ടോ. പിന്നെ അച്ചമ്മ 1 മന്ത് കഴിയുമ്പോൾ പോവും. അപ്പോൾ പിന്നെ ഈ മുറിയിൽ പിന്നെ എൻ്റെ കസിൻസൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ അടിച്ച് പൊളിച്ചൊക്കെ കിടക്കും. പിന്നെ എൻ്റെ ട്രൈപ്പോഡും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എന്താ ഇതിങ്ങനെ നല്ലൊരു എസ്തറ്റിക് ഒരു ഗ്രീൻ കളറിൽ പിന്നെ കുറേ ലൈറ്റും കാര്യങ്ങളും പിന്നെ കുറേ എന്താ പറയുക ക്യൂട്ട് ഐറ്റംസ് ആയിട്ട് മൂൺ ലാമ്പ് അങ്ങനെ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടാണ്. ഒരു ക്യൂട്ടല്ല ആക്ച്വലി നല്ല എസ്തറ്റിക് ആയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫുൾ ഒരു വുഡിൻ്റെ തീമിലൊക്കെ. ആൻഡ് അടുത്തത് ഇതാണ് ഞങ്ങളുടെ അലമാര. 1ാമത്തെ അലമാര. ആൻഡ് ഞങ്ങളിങ്ങനെ സെക്ഷൻസ് ആയിട്ടാട്ടോ വെക്കുന്നത്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ശിവയുടെയും മാധവൻ്റെയും പപ്പായുടെയും പിന്നെ എൻ്റെ അമ്മയുടെയും വീട്ടിലിടുന്ന ഡ്രസ്സുകളുമാണ്. പിന്നെ അടുത്തത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. പിന്നെ ഞാൻ ആരോ കാണിച്ച എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ബേ വിൻഡോ ഉണ്ട്. ആക്ച്വലി ഞാൻ അത് കാണിക്കാൻ മറന്നുപോയി ഗൈസ്. ആൻഡ് പിന്നെ അവിടെ ശിവ കിടന്നുറങ്ങുന്നത് നിങ്ങൾ കണ്ടു കാണും. ആൻഡ് ഇതാണ് എൻ്റെയും അമ്മയുടെയും ഡ്രസ്സ് വെക്കുന്ന അലമാരി. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ജാക്കറ്റ്. ആക്ച്വലി ജാക്കറ്റ് എല്ലാം കഴുകാനിട്ടേക്കുവാണ് ഗൈസ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ജാക്കറ്റ് കൊണ്ട് കൂമ്പാരമാണ് ഇതിൽ. കാരണം കുറേ ജാക്കറ്റ് ഉണ്ട്, ഓരോരുത്തർക്ക് 2 പെയർ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഞങ്ങളുടെ സോക്സും ഗ്ലൗസും അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നെക്സ്റ്റ് അലമാരി വരുന്നത്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ എന്താ പറയുക ലാസ്റ്റത്തെ ഒരു ബാത്റൂം. ആൻഡ് ഇവിടെ നമുക്ക് ബാട്ടപ്പാട്ടോ വരുന്നത്. ആൻഡ് അപ്പം പിന്നെ ഈ ഒരു ഇതിൽ കവാടം പോലെ നിങ്ങളിങ്ങനെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് എന്താ പറയുക നമുക്ക് പ്ലഗൊക്കെ കുത്താനുള്ള കേട്ടോ. എല്ലാ ബാത്റൂമിലും ഇത് 2-3 നാലെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.